റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ൽ M സ്വരാജും MM മണിയും മത്സരിക്കില്ല എന്നുള്ളതാണ്. ഇരുവരെയും മത്സരിപ്പിക്കേണ്ട എന്നാണ് CPM സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. 2 ടേം വ്യവസ്ഥ പൂർത്തിയാക്കി മാറി നിന്നവർക്കും ഇത്തവണ സീറ്റുണ്ടാവില്ല. EP ജയരാജൻ, G സുധാകരൻ, AK ബാലൻ, C രവീന്ദ്രനാഥ് തുടങ്ങിയവർ ഇക്കുറി മത്സരിക്കാനുണ്ടാവില്ല. തോമസ് ഐസക്കിനെ തിരുവനന്തപുരത്തേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമായ വിവരം. കോട്ടയത്ത് സുരേഷ് കുറുപ്പിനെയും പരിഗണിക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. റാഹി റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റാഹി റഷീദ്, നമ്മൾ തുടക്കത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തു MM മണി ഉടുമ്പൻചോലയിൽ മത്സരിക്കാനുള്ള സാധ്യത വിരളമാണ് എന്ന് പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്തിരുന്നു. എന്നാൽ വിജയസാധ്യത പരിഗണിച്ച് വേണമെങ്കിൽ MM മണി ഇറക്കിയേക്കാം എന്നുള്ളതാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്തതുപോലെ MM മണി ഉടുമ്പൻചോലയിൽ മത്സരിക്കാനുണ്ടാവില്ല എന്നുള്ളത് ഏറെക്കുറെ തീർച്ചയാവുകയാണോ? അതേപോലെ സ്വരാജിന്റെ കാര്യം തൃപ്പൂണിത്തറയും പൊന്നാനിയും നേരത്തെ പരിഗണിച്ചിരുന്നു. ഒടുവിൽ തൃപ്പൂണിത്തറയിലേക്ക് കാര്യമായി പരിഗണിക്കുന്നുണ്ട്. ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറിയുടെ അടുത്ത തീരുമാനവും സ്വരാജിനെ തൃപ്പൂണിത്തറയിൽ മത്സരിപ്പിക്കണം എന്നുള്ളതാണ്. ജില്ലാ സെക്രട്ടറിയുടെ അടുത്ത തീരുമാനങ്ങൾ സംസ്ഥാന നേതൃത്വം തിരുത്തുകയാണോ റഹീസ് റഷീദ്? അരുൺകുമാർ, ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ പല തീരുമാനങ്ങളും തിരുത്തി അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുകയാണ് CPIM-ന്റെ സംസ്ഥാന നേതൃത്വം. ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് ഉടുമ്പൻചോലയിൽ നൽകിയ പേര് സിറ്റിംഗ് MLA ആയ MM മണിയുടേതായിരുന്നു. പക്ഷേ MM മണിക്ക് വീണ്ടും സീറ്റ് നൽകേണ്ടതില്ല എന്ന കാര്യം CPIM-ന്റെ സംസ്ഥാന നേതൃത്വം ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. പകരം ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രനായിരിക്കും ഉടുമ്പൻചോലയിൽ LDF-ന് വേണ്ടി മത്സരിക്കുക എന്ന കാര്യത്തിൽ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. ഇന്ന് ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം അറിയിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുകയായിരിക്കും നടപടിക്രമം എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, M സ്വരാജ് മത്സരിക്കണം എന്ന ആവശ്യം പല ജില്ലാ കമ്മിറ്റികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എറണാകുളം ജില്ലാ കമ്മിറ്റി തൃപ്പൂണിത്തറയിലെ മുൻ MLA എന്ന നിലയിൽ K ബാബു ഇത്തവണ മത്സരിക്കാനില്ലാത്ത സാഹചര്യത്തിൽ കൂടി സ്വരാജ് വന്നാൽ വിജയം ഉറപ്പാണ് എന്നതായിരുന്നു എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. ജില്ലാ സെക്രട്ടേറിയറ്റ് തൃപ്പൂണിത്തറയിൽ നൽകിയ പേരുകളിൽ സ്വരാജിനെ കൂടാതെ മുൻ കൊച്ചി മേയർ അനിൽകുമാറിന്റെയും അരുൺകുമാറിന്റെയും പേരായിരുന്നു നൽകിയിരുന്നത്. പക്ഷേ ആ 3 പേരും അവിടെ മത്സരിക്കാൻ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പകരം വൈപ്പിനിൽ നിന്ന് ഉണ്ണികൃഷ്ണനെ, വൈപ്പിലെ സിറ്റിംഗ് MLA തൃപ്പൂണിത്തറയിലേക്ക് മാറ്റുന്ന ഒരു തീരുമാനത്തിലേക്ക് വരികയും വൈപ്പിനിൽ വനിതാ നേതാവായ MB ഷൈനെ മത്സരിപ്പിക്കാനുള്ള ഒരു ധാരണയിലേക്ക് പോവുകയും ചെയ്തിരിക്കുകയാണ്. ഇന്ന് ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ അക്കാര്യത്തിലും ഒരു ധാരണയുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. സ്വരാജിനെ പിന്നീട് പരിഗണിച്ചിരുന്ന ഒരു സീറ്റ് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയാണ്. പക്ഷേ പൊന്നാനിയിൽ മറ്റു പേരുകൾ തന്നെയാണ് ഉയരുന്നത്. അവിടെ സ്വരാജിനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ ആലോചനയില്ല എന്നാണ് സംസ്ഥാന നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് കൂട്ടത്തോടെ ആളുകൾ മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാകും എന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. അതുകൊണ്ടാണ് M സ്വരാജ്, PK ബിജു, പുത്തലത്ത് ദിനേശൻ അടക്കമുള്ള ആളുകൾ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് നേതൃത്വം പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, KK ശൈലജ പേരാവൂരിൽ മത്സരിക്കും എന്ന കാര്യത്തിൽ ഏതാണ്ടൊരു ധാരണയായിരിക്കുന്നു. തുടക്കത്തിൽ ചില വിമുഖത KK ശൈലജയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിൽ പോലും, മട്ടന്നൂരിൽ മാറ്റുന്നതിൽ ചില പരിഭവമുണ്ടെങ്കിൽ പോലും പേരാവൂരിൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന നിലപാടിലേക്ക് KK ശൈലജ എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പേരിലേക്ക് കൂടി പോകുന്നു. പക്ഷേ കണ്ണൂരിൽ ഒരു പ്രശ്നം, സാമുദായിക പരിഗണന വരുമ്പോൾ നിലവിൽ തീരുമാനിച്ചതനുസരിച്ച് AN ഷംസീർ മത്സരിക്കുന്നില്ല. ഒപ്പം പേരാവൂരിൽ കഴിഞ്ഞ തവണ മത്സരിച്ച ഇരിട്ടി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈന്റെ പേരായിരുന്നു ഉണ്ടായിരുന്നത്. മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയില്ല എന്നൊരു പ്രശ്നം പാർട്ടി അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് പേരാവൂരിലേക്ക് സക്കീർ ഹുസൈനെ തന്നെ മത്സരിപ്പിക്കണോ എന്ന കാര്യത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനമെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ KK ശൈലജ അവിടെ മത്സരിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന കാര്യം മനസ്സിലാക്കുന്നു. തിരുവനന്തപുരത്ത് 10 സിറ്റിംഗ് MLA മത്സരിക്കും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. ഒപ്പം പത്തനംതിട്ടയിൽ 2 CPM-ന്റെ സിറ്റിംഗ് MLA മത്സരിക്കും. കൊല്ലത്ത് മുകേഷ് ഒഴികെയുള്ള സിറ്റിംഗ് MLA മത്സരിക്കും. ആലപ്പുഴയ്ക്ക് വരുമ്പോൾ ഒരു സിറ്റിംഗ് MLA-യുടെ സീറ്റ് പോകും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. അത് കായംകുളത്ത് U പ്രതിഭയാണോ അരൂരിൽ ദലീമ ജോജോ ആണോ എന്ന കാര്യത്തിൽ ഇന്ന് വ്യക്തത വരും. ഇവരിൽ പകരക്കാരനായി അവിടുത്തെ ജില്ലാ സെക്രട്ടറി R നാസർ ആയിരിക്കും മത്സരിക്കുക. അക്കാര്യത്തിലേക്കും ഒരു ധാരണ വരുന്നു. അരൂരിൽ നിന്ന് ദലീമ ജോജോ മാറാനാണ് സാധ്യത കൂടുതൽ. അരുൺകുമാർ.
വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ടു ടേം നിബന്ധന ഇപ്പോൾ പാർട്ടി തയ്യാറാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അവരുടെ പോളിസി ഇങ്ങനെയാണ്: വിജയസാധ്യത ഉള്ള ഇടങ്ങളിൽ ടു ടേം നിർബന്ധമാക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ മട്ടന്നൂരിൽ കെ ശൈലജ ടീച്ചറല്ല, അവിടെ ആര് നിന്നാലും ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മട്ടന്നൂരിൽ ടു ടേം നിബന്ധന കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്നാൽ വിജയസാധ്യത ഇല്ലാത്ത മണ്ഡലങ്ങളിൽ, ഉദാഹരണത്തിന് കഴക്കൂട്ടം, അവിടെ കടകംപള്ളി സുരേന്ദ്രൻ മാറുകയാണെങ്കിൽ അവിടെ മത്സരം കൂടുതൽ ടൈറ്റ് ആവും. അത്തരം സാഹചര്യങ്ങളിൽ ടു ടേമിൽ ഇളവ് കൊടുക്കുക എന്നുള്ളതാണ്. ടു ടേമിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട മുതിർന്ന നേതാക്കളുണ്ടല്ലോ, ഇപ്പോൾ ജി സുധാകരൻ, അതേപോലെ AK ബാലൻ, രവീന്ദ്രനാഥ്, ഇവരെ ഒന്നും ഇക്കുറി മത്സരിപ്പിക്കേണ്ട എന്നുള്ളതാണ് തീരുമാനം.